attendance now. Don't forget to mark your attendance. Okay. Attendance mark ചെയ്യാൻ മറന്നു പോയരുതേ. So take your textbook. Our third portion. നമ്മുടെ മൂന്നാമത്തെ പോർഷൻ ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അല്ലേ? മുഹമ്മദ് സാദ്, please turn on your video. Then the clothes we wear, our third portion. Okay. You can read the points we discussed in our previous class. Abhirami, can you read the points? നമ്മൾ നേരത്തെ ക്ലാസ്സിൽ പറഞ്ഞ പോയിന്റ്സ് അല്ലേ? Needs of our clothes. ഒന്ന് വായിച്ചു മോളെ. We wear clothes to cover our body. ആ points ആണ് മിസ് പറഞ്ഞത്. We wear clothes to cover our body. Okay. Then clothes protect us from hot sun. എന്താണ് മോളെ അഭിരാമി? Clothes protect us from the hot sun. Okay. Okay മോളെ, ഇന മതി കേട്ടോ. രണ്ട് പോയിന്റ് നന്നായിട്ട് നോക്കുക എന്താണ് വായിക്കാന്നുള്ളത്. ഫസ്റ്റ് പോയിന്റ് ഇതാണ്, we wear clothes to cover our body. We wear clothes to cover our body. That's the main aim of clothes. നമ്മൾ ധരിക്കുന്ന വസ്ത്രം എന്താണ്? നമ്മുടെ ബോഡീനെ കവർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ മെയിൻ ആയിട്ടും യൂസ് ചെയ്യുന്നത് അല്ലേ? ടു കവർ അവർ ബോഡി. ദ നെക്സ്റ്റ്, clothes protect us from the hot sun. നമ്മളെ ചൂടുള്ള സൂര്യനിൽ നിന്നത്, അതായത് നല്ല വെയിലൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ വേറെ ചെയ്തിട്ടുള്ള ഡ്രസ്സാണ് നമ്മളെ ആ ചൂടിൽ നിന്ന് ഹെൽപ്പ് ചെയ്യുന്നത് എന്നാണ് പറയുന്നത്. ദെൻ clothes protect us from cold wind. തണുത്ത കാറ്റ് അല്ലേ? തണുത്ത കാറ്റ് ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ ധരിക്കുന്ന വസ്ത്രം നമ്മളെ അത്ര തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യില്ല അല്ലെ? നല്ല തണുപ്പൊക്കെ ഉണ്ടാവുമ്പോൾ എന്ത് ചെയ്യും? നമ്മൾ സ്വെറ്ററോ ജാക്കറ്റോ അങ്ങനെ എന്തെങ്കിലും ഒക്കെ വെയർ ചെയ്യും. അപ്പൊ എന്താണ്? അതിന്റെ കുറച്ച് തണുപ്പ് കുറഞ്ഞ മാതിരി നമുക്ക് ഫീൽ ചെയ്യും. സോ അതാണ് പറയുന്നത് ഇവിടെ. എന്ത്? clothes protect us from the cold wind and clothes protect us from the hot sun, and also the clothes protect us from the rain and insects bite. Insect bite നമ്മൾ പറഞ്ഞു അല്ലേ? What is insect? Insect means small animals. Is called insect. ചെറിയ പ്രാണികളെ, ചെറിയ ജീവികളെയാണ് നമ്മൾ insect എന്ന് പറയാ. So clothes protect us from hot sun, cold wind, rain, insect bite, etc. ഇതിൽ നിന്നൊക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യുന്നത്, പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്? The clothes we wear. നമ്മൾ ഇടുന്ന ഡ്രസ്സാണ് നമ്മളെ ഈ ഇൻസെക്ട് ബൈറ്റിൽ നിന്നും സൂര്യനിൽ നിന്നും ചൂടിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യുന്നത്. ഓക്കെ. We wear different type of clothes in depending upon the different seasons അല്ലേ? ഓരോ പ്രത്യേക സീസണിൽ. ഗാത്രി ലിസൺ. ഓക്കെ. നമ്മൾ ഓരോരോ സീസണിൽ എന്ത് ചെയ്യും? പലതരത്തിലുള്ള വസ്ത്രങ്ങളാണല്ലേ ഇടാറ്, പലതരത്തിലുള്ള ഡ്രസ്സുകളാണ് നമ്മൾ ഓരോരോ സീസണിലും. നല്ല തണുപ്പുണ്ടാവുമ്പോൾ നല്ല ചൂട് തോന്നുന്ന ഡ്രസ്സും, നല്ല ചൂടുണ്ടാവുമ്പോൾ കുറച്ച് കൂളായിട്ട് അല്ലെങ്കിൽ കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യുന്ന ഡ്രസ്സും ഒക്കെയാണ് നമ്മൾ വെയർ ചെയ്യുക. സോ ദ ക്ലോത്ത്സ് വി വെയർ ഈസ് ഡിപ്പെൻഡിങ് അപ്പോൺ അവർ സീസൺസ്. സോ cotton clothes keep us cool. We wear cotton clothes in summer. We wear cotton clothes in summer. ചൂടുള്ള സമയങ്ങളിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സിനെയാണ് നമ്മൾ കോട്ടൺ വസ്ത്രങ്ങൾ എന്ന് പറയുന്നത് അല്ലേ? നല്ല ചൂടുള്ള സമയത്ത് അധികം ചൂട് നമ്മുടെ ബോഡിയിൽ ഫീൽ ചെയ്യാത്ത വസ്ത്രങ്ങളാണ് നമ്മൾ വെയർ ചെയ്യാറ് അല്ലേ? We wear cotton clothes in summer. Cotton clothes keep us cool. കോട്ടൺ വസ്ത്രങ്ങൾ നമ്മൾ വെയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ച് തണുപ്പ് ഫീൽ ചെയ്യും. അതായത് നമ്മുടെ ബോഡിയിലുള്ള ചൂടിനെ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടിയിട്ട് പറ്റും അല്ലെ കോട്ടൺ വസ്ത്രങ്ങൾക്ക്. അതുകൊണ്ട്
സമ്മർ സീസണിൽ നമ്മൾ എന്ത് ചെയ്യണം? വി വെയർ കോട്ടൺ ഡ്രസ്സസ്. ഓക്കെ, വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. കോട്ടൺ ക്ലോത്ത്സ് കീപ്പ് us always cool. കോട്ടൺ വസ്ത്രങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കുറച്ച് തണുപ്പുള്ളതാക്കിയിട്ട് ഫീൽ ചെയ്യുന്നത്. സോ ഇവിടെ സമ്മർ ക്ലോത്ത്സ് എന്ന് പറഞ്ഞിട്ട് താഴെ കുറെ കോട്ടൺ ഡ്രസ്സിന്റെ ഫോട്ടോസ് കൊടുത്തിട്ടുണ്ട് അല്ലേ? ഇങ്ങനെയുള്ള സ്കേർട്ട്, കോട്ടൺ ടൈപ്പ് കോട്ടൺ തുണികൾ നിങ്ങൾ കണ്ടിട്ടുണ്ടോ? എങ്ങനെയാണ് കോട്ടൺ തുണികൾ? ചിലപ്പോൾ നിങ്ങളൊക്കെ വേറെ ചെയ്തിട്ടുള്ളതിൽ ചില ആളുകളൊക്കെ ഇട്ടിട്ടുള്ളത് ഇപ്പൊ കോട്ടൺ ആയിരിക്കും. കോട്ടൺ എങ്ങനെയാണെന്ന് അറിയില്ലെങ്കിൽ എന്ത് ചെയ്യാം? ക്ലാസ് കഴിഞ്ഞിട്ട് അമ്മമാരോട് പറയാ, ഏതെങ്കിലും ഒരു കോട്ടൺ ഡ്രസ്സ് ഒന്ന് കാണിച്ചു തരാൻ പറയാ. നിങ്ങൾക്ക് ഉണ്ടാവും കോട്ടൺ ഡ്രസ്സ്, നിങ്ങൾക്ക് അറിയാത്തോണ്ടാണ്. അപ്പൊ എന്താണ് കോട്ടൺ, എങ്ങനെയുള്ള ക്ലോത്ത് ആണ് അത് എന്ന് ക്ലാസ് കഴിഞ്ഞിട്ടാവുമ്പോ പേരൻസിനോട് പറഞ്ഞാൽ അവർ നിങ്ങൾക്ക് കാണിച്ചു തരും. സോ വി വെയർ ദാറ്റ് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് ഇൻ സമ്മർ. സോ കോട്ടൺ ക്ലോത്ത്സ് മെയിൻറ്റെയിൻ us from cool, feel us very cool. So we use cotton in summer. That's a seasonal dress അല്ലേ? ഓരോ സീസണിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഡ്രസ്സാണ്. കോട്ടൺ ആണ് നമ്മൾ എപ്പോ? സമ്മറിൽ ഇടാറ്. വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. കോട്ടൺ ക്ലോത്ത്സ് കീപ്പ് us cool. കോട്ടൺ വസ്ത്രങ്ങൾ നമ്മൾ എന്ത് ചെയ്യും? കുറച്ച് കൂളായിട്ട് മാറ്റും അല്ലെ? കുറച്ച് തണുപ്പ് നമുക്ക് ഫീൽ ചെയ്യും. അതിനു വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്? കോട്ടൺ വസ്ത്രങ്ങൾ ഇടുന്നത്. Then we wear woolen clothes in winter. Woolen clothes keep us warm. ഡയറക്റ്റ് എന്താണ്? നേരെ ഓപ്പോസിറ്റ് ആണ് അല്ലെ? കോട്ടൺ വസ്ത്രങ്ങൾ നമ്മൾ ചൂടുള്ള സമയത്താണെങ്കിൽ we wear woolen clothes in summer. What is woolen? Woolen clothes. നിങ്ങൾ woolen clothes കണ്ടിട്ടുണ്ടോ? നിങ്ങൾക്ക് ഉണ്ടോ woolen clothes? നല്ല തണുപ്പുള്ള സമയത്ത്, നല്ല മഞ്ഞു കാലത്ത് നമ്മൾ രാവിലെ ഒക്കെ നല്ല തണുപ്പുള്ള സമയങ്ങളിൽ നമ്മൾ എന്തായിരിക്കും ഇടുക? വൂളൻ വസ്ത്രങ്ങളാണല്ലേ? നല്ല പഞ്ഞി പോലുള്ള എന്താണ്? കമ്പിളി വസ്ത്രങ്ങളാണ് ധരിക്കാറ് അല്ലേ? എന്താണ് മോനെ അഡോൺ? Do you have a woolen cloth? Yes. Yes. Okay. ഉണ്ട് അല്ലേ? ഓക്കെ. നമ്മുടെ ഗാത്രിക്കുട്ടി ഇപ്പൊ ഇട്ടിട്ടുള്ളത് വൂളൻ ആണോ? ആണോ ഗാത്രി? യെസ്. ഓക്കെ. അപ്പൊ അങ്ങനത്തെ വൂളൻ ഡ്രസ്. അയോൺ സബിന്റെ അടുത്ത് എന്തുണ്ട്? വൂളൻ ക്യാപ്പ് ഉണ്ട് അല്ലേ? ആണോ? ആണോ അയോൺ? ഓക്കെ. ഓക്കെ, അൺമ്യൂട്ട് ചെയ്തോ മോനെ. Now you can unmute. Yes. Okay. അയോണിന് എന്തുണ്ട്? വൂളൻ ക്യാപ്പ് ഒക്കെ ഉണ്ട്. നമുക്കറിയാം നല്ല തണുപ്പുള്ള സമയങ്ങളിൽ നമ്മൾ രാവിലെ കമ്പിളി വസ്ത്രം വെയർ ചെയ്യാറുണ്ട് അല്ലെ? നല്ല പഞ്ഞി പോലെയുള്ള ഡ്രസ്സുകൾ. അതെന്തിനാ നമ്മൾ ഇടുന്നേ? അതെന്താണ്? കുറച്ച് ചൂട് പോലെ ഉണ്ടാവും അല്ലെ? അത് നമ്മൾ വെയർ ചെയ്യുമ്പോൾ we feel us very warm. കുറച്ച് ചൂട് തോന്നും നമുക്ക്. അതിനു വേണ്ടിയിട്ടാണ് നല്ല തണുപ്പ് ഉണ്ടാവുമ്പോൾ നമ്മൾ woolen clothes വെയർ ചെയ്യുന്നത്. So we wear cotton clothes in summer and woolen clothes in winter. Okay. വിന്ററിൽ നമ്മൾ woolen clothsഉം സമ്മറിൽ നമ്മൾ കോട്ടൺ ക്ലോത്ത്സും ആണ് വെയർ ചെയ്യാറ്. വി വെയർ woolen clothes in winter. That's all. നിങ്ങൾക്ക് അത്രേ ഇപ്പൊ പഠിക്കാനുള്ളൂ. എന്താണ്? നെക്സ്റ്റ് ഇയറിൽ ഇതിന്റെ ഒക്കെ കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ടുള്ള ഇതേ സംഭവം തന്നെയാണ് കുറച്ചുകൂടെ ഡെവലപ്ഡ് ആയിട്ട് നെക്സ്റ്റ് ഇയറിലൊക്കെ പഠിക്കാനുള്ളത്. അപ്പൊ ഇപ്പൊ എന്താണ്? ജസ്റ്റ് വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. കോട്ടൺ വസ്ത്രങ്ങളാണ് നമ്മൾ ചൂടുള്ള സമയത്ത് ഇടാറ്. വൂളൻ വസ്ത്രങ്ങൾ, പഞ്ഞി പോലെയുള്ള കമ്പിളി വസ്ത്രങ്ങളാണ് നമ്മൾ തണുപ്പുള്ള സമയത്തും ഇടാറ് എന്നുള്ളത് ആണ് ഇപ്പൊ പഠിക്കാനുള്ളത്. സോ വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. വിച്ച് ടൈപ്പ് ഓഫ് ക്ലോത്ത്സ് വി വെയർ ഇൻ സമ്മർ? ദൃശ്യ, can you answer me? Which type of clothes we wear in summer? Summer cotton clothes. Cotton. Hari mole. Cotton. അല്ല ഇത് cotton clothes. Cotton ആണ്. Cotton. Okay. Answer ചെയ്യുമ്പോൾ എന്ത് ചെയ്യണം? We wear cotton clothes in summer എന്ന് ഒന്ന് ഡെവലപ്പ് ചെയ്ത് പറയണം കേട്ടോ. ആയിട്ടില്ല. ക്ലാസ് കുറച്ച് ദിവസങ്ങൾ കഴിയുമ്പോൾ പഠിക്കും. ഇപ്പൊ നമ്മൾ തുടങ്ങിയതല്ലേ ഉള്ളൂ. അപ്പൊ കുഴപ്പമില്ല. അപ്പൊ പറയുമ്പോ അങ്ങനെ പറയാൻ വേണ്ടി ട്രൈ ചെയ്യാം. എങ്ങനെ? വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. വിച്ച് കൈൻഡ് ഓഫ് ക്ലോത്ത്സ് വി വെയർ ഇൻ സമ്മർ എന്ന് മിസ് ചോദിച്ചാൽ എന്ത് പറയണം? വി വെയർ കോട്ടൺ ക്ലോത്ത്സ് ഇൻ സമ്മർ. ഓക്കെ, അങ്ങനെയാണ് നമ്മൾ പറഞ്ഞു പഠിക്കുന്നത്. ഓക്കെ ദൃശ്യ. Then Hassan, which kind of clothes we wear in winter?
Unmute ചെയ്തേ ഹസൻ. എന്താണ് മോനെ ഹസൻ? Can you hear me? Okay, okay. Which kind of cloth? Woolen. We wear woolen clothes in winter. Okay. We wear cotton clothes in summer. We wear woolen clothes in winter. Aromel, which kind of clothes we wear in winter? Which kind of clothes in winter? ഏതാണ് വിന്ററിൽ നമ്മൾ ഇടുന്ന ഡ്രസ്സ് തണുപ്പുള്ള സമയത്ത്? എവിടെയോ ശ്രദ്ധിക്കുകയാണ് ആരോമൽ അല്ലേ? we wear woolen clothes in winter. Listen here. Okay. എവിടെ ഒന്നല്ല ആളുള്ളത്, എവിടെയോ ഉള്ളത്. Okay. Then Kashinar, which kind of clothes we wear in summer? We wear cotton clothes. Okay. Okay, very good. We wear cotton clothes in summer. And Andros Theo, which kind of clothes we wear in winter? We wear woolen Okay, very good, Molu. We wear woolen clothes in winter. So, two important points are: we wear cotton clothes in summer. We wear we wear woolen clothes in winter. Okay. Okay. Okay, ആണോ മക്കളെ? So, two main points are: we wear cotton clothes in winter. Sorry, summer. We wear woolen clothes in winter. Okay. And these are the cotton clothes. You can see the picture in your textbook. This is cotton clothes, and this kind of dress is called woolen clothes, like a sweater, pant, and cap, etc. are the woolen clothes. അല്ലേ? ഇങ്ങനെയുള്ള സ്വെറ്റർ ഒക്കെ ഇതിനൊക്കെ നമ്മൾ woolen clothes എന്ന് പറയും. Then next point, look at the next point. We wear a raincoat when we go out in the rain. A raincoat keeps us dry. We know that. We wear raincoats when we go outside when there is heavy rain. അല്ലേ? നല്ല മഴ ഉണ്ടാവുമ്പോൾ പുറത്ത് പോകുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? റെയിൻകോട്ട് വെയർ ചെയ്യാറുണ്ട് അല്ലേ? Do you have a raincoat? നിങ്ങൾക്കൊക്കെ റെയിൻകോട്ട് ഉണ്ടോ? മഴയത്ത് അച്ഛന്റെ കൂടെ ബൈക്കിലൊക്കെ പോകണമെങ്കിൽ എന്ത് വേണം? റെയിൻകോട്ട് വേണം അല്ലേ? അച്ഛന്റെയോ അമ്മയുടെയോ കൂടെ, ചേട്ടന്റെയോ ആരുടെ കൂടെ ആണെങ്കിലും പുറത്ത് പോകാൻ എന്ത് വേണം? നമുക്ക് റെയിൻകോട്ട് വേണം അല്ലേ? അപ്പൊ മഴയത്ത് പുറത്ത് പോകുമ്പോഴാണ് നമ്മൾ റെയിൻകോട്ട് വെയർ ചെയ്യാറ്. റെയിൻകോട്ട് എന്ത് ചെയ്യും നമ്മളെ? ഇറ്റ് കീപ്സ് us ഡ്രൈ. നമ്മളെ നനയാതെ സൂക്ഷിക്കും അല്ലേ? നമ്മളെപ്പോഴും ഡ്രൈ ആയിരിക്കും, കാരണം നമ്മൾ നനയില്ല അല്ലേ? നമ്മള് നനയില്ല. So we wear a raincoat when we go out in the rain. A raincoat keeps us dry. നമ്മൾ ഇടുന്ന So we wear a raincoat when we go out in the rain. A raincoat keeps us dry. Okay. നമ്മൾ ഇടുന്ന റെയിൻകോട്ട് നമ്മളെ എന്ത് ചെയ്യും? ഡ്രൈ ആക്കിയിട്ട് വെക്കും അല്ലേ? We wear a raincoat when we go out in the rain. A raincoat keeps us dry. നമ്മൾ മഴയത്ത് പുറത്തു പോകുമ്പോൾ എന്തിനാണ് റെയിൻകോട്ട് വെയർ ചെയ്യും അല്ലേ? എന്തിന്? നമ്മൾ നനയാതിരിക്കാൻ വേണ്ടിയിട്ട്. Okay. Then listen once again. The clothes we wear is our third portion. We are discussing about the needs of clothes. നമ്മൾ പറഞ്ഞുകൊണ്ടിരുന്നത് ഡ്രസ്സിന്റെ എന്തൊക്കെ നീഡ്സ് ആണ്, നമ്മൾ എന്തിനു വേണ്ടിയിട്ടാണ് ഡ്രസ്സ് വെയർ ചെയ്യുന്നത്, ക്ലോത്ത് വെയർ ചെയ്യുന്നത് എന്നുള്ള കാര്യമാണ് നമ്മൾ പറഞ്ഞത്. We wear clothes to cover our body is the main one point. We wear clothes to cover our body. It's a main point. നമ്മൾ എന്തിനാണ് വസ്ത്രം ധരിക്കുന്നത്? We wear clothes to
കവർ അവർ ബോഡി, നമ്മുടെ ബോഡീനെ കവർ ചെയ്യാൻ വേണ്ടിയാണ് അല്ലെ, നമ്മുടെ ശരീരത്തിന് എന്ത് ചെയ്യണം, കവർ ചെയ്ത് സൂക്ഷിക്കാൻ വേണ്ടിയാണ് നമ്മൾ ഡ്രസ്സ് വെയർ ചെയ്യുന്നത്. Then clothes protect us from the hot sun. നമ്മൾ ഇടുന്ന ഡ്രസ്സ് നമ്മളെ ഹോട്ട് സൺ അല്ലേ, നല്ല ചൂടുള്ള സൂര്യനിൽ നിന്ന്, ദാറ്റ് മീൻസ് സൺലൈറ്റ് അല്ലേ, നല്ല വെയിൽ ഉണ്ടാവുമ്പോൾ സൂര്യപ്രകാശത്തിൽ നിന്ന് നമ്മളെ പ്രൊട്ടക്ട് ചെയ്യുന്നത് എന്താണ്, നമ്മൾ ഇടുന്ന ഡ്രസ്സാണ്. Then clothes protect us from the cold wind. നമ്മൾ ഇടുന്ന ഡ്രസ്സ് നമ്മളെ തണുത്ത കാറ്റിൽ നിന്നും പ്രൊട്ടക്ട് ചെയ്യും. Then clothes protect us from the rain and also insects bite. നമ്മൾ ഇടുന്ന വസ്ത്രം നമ്മളെ ഇൻസെക്ട് ബൈറ്റിൽ നിന്നും മഴയിൽ നിന്നും ഒക്കെ പ്രൊട്ടക്ട് ചെയ്യും എന്നുള്ളതാണ് പറയുന്നത്.